ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് 4 തരത്തിലുള്ള റേഷൻ കാർഡാണ് ഉള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. ഇനി 5ാമതൊരു റേഷൻ കാർഡ് കൂടി വരാൻ പോകുന്നു. അതിനെക്കുറിച്ചുള്ള വീഡിയോകളെല്ലാം നമ്മൾ ചെയ്തിരുന്നു. നമ്മൾ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് വന്നിട്ടുള്ള ഒരു കഷ്ടപ്പാടാണ്. ഓരോ മാസത്തിലും അവർക്ക് ഒരു പുതുതായി എന്തെങ്കിലും കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ നമ്മൾ പങ്കുവെക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു 2021 ഫെബ്രുവരി മാസം നമ്മൾ എന്തായാലും അത് പ്രതീക്ഷിച്ചതാണ്. അതിനുള്ള ഒരു പ്രത്യേക കാരണം നമ്മളെ ബജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ച ചില കാര്യങ്ങളായിരുന്നു. ഫെബ്രുവരി മാസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിനൊരു വ്യക്തത ധനമന്ത്രി നൽകുകയുണ്ടായി. വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുന്ന നീല വെള്ള കാർഡുള്ള ആളുകൾക്ക് ഈ ഒരു പ്രതിസന്ധി കാലം, കാരണം കോവിഡ് പ്രതിസന്ധി കൂടി വരുന്ന ഒരു സാഹചര്യത്തിലും അരിയുടെ ലഭ്യത കുറവാണ് വളരെയധികം കഷ്ടത ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള അരി നീല വെള്ള കാർഡിന് അനുവദിക്കുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ധനമന്ത്രി ബജറ്റിൽ വ്യക്തമാക്കിയിരുന്നു. പക്ഷെ അത് ജനുവരി മാസം ഉണ്ടായില്ല, ഫെബ്രുവരി മാസത്തിലും ഇല്ല എന്നുള്ളതാണ് ഒരു സങ്കടകരമായ വാർത്ത. അത് ഇനി ലഭിക്കാൻ പോകുന്നത് ഒരു മാസം കൂടാതെ ഇനി ഈ സർക്കാർ അവസാനിക്കാൻ 2 മാസമാണ് ബാക്കിയുള്ളത്. ആ 2 മാസത്തിൽ മാത്രമാണ് ആ അരി ലഭിക്കുക. അത് വളരെയധികം സങ്കടകരമായ കാര്യമാണ്. ഈ ഒരു പ്രതിസന്ധി കാലത്ത് ആദ്യം നൽകാതെ പിന്നീട് അത് അവസാനമായി നൽകുമ്പോൾ ചില വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം അത് ഇലക്ഷൻ മുന്നിൽ കണ്ട് മാത്രമാണ് നൽകുന്നത് എന്നുള്ളത്. നമുക്ക് പറയാനുള്ളത് ഈ ഒരു വിഭാഗം ആളുകളുടെ, അതായത് നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകളുടെ വളരെയധികം സങ്കടകരമായ വസ്തുതയാണ്. നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് സ്റ്റേറ്റ് സബ്സിഡി വിഭാഗത്തിൽപ്പെടുന്ന നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് 2 കിലോ അരി ഒരു വ്യക്തിക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കുമെന്നുള്ള ഒരു ചെറിയ ആശ്വാസമുണ്ട്. വെള്ള റേഷൻ കാർഡിന്റെ കാര്യം അങ്ങനെയല്ല. വെള്ള റേഷൻ കാർഡ് വളരെ കഷ്ടത അനുഭവിക്കുന്നവരാണ്. ഒരു പുതിയ റേഷൻ കാർഡ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് വെള്ള റേഷൻ കാർഡ് ആയിരിക്കും. അത് ഇനി എത്ര രോഗികളുള്ള ആളുകളായാലും, അത് എത്ര വീടുകളില്ലാതെ വാടക വീട്ടിൽ താമസിക്കുന്ന ആളുകളായാലും ഈ ഒരു അവസ്ഥയാണുള്ളത്. അവർക്കിപ്പോൾ ചെറിയൊരു ആശ്വാസം എന്നുള്ളത് കിറ്റ് കിട്ടുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള അരി ഇപ്പോൾ 40 രൂപയോളം എത്തി നിൽക്കുന്നു. ഇന്ധന വില വർധനവിൽ ലോറിയുടെ വാടക അധികരിച്ചതിനാൽ ഇനി ഭക്ഷ്യസാധനങ്ങളുടെ വില അധികരിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ 75 ദിവസമായി നമ്മുടെ രാജ്യത്തെ കർഷകർ സമരത്തിലാണ്. അതിന്റെയൊക്കെ ഒരു പ്രത്യാഘാതം വരും മാസങ്ങളിലാണ് വരാൻ പോകുന്നത്. നമുക്ക് ഇതൊരു വാർത്ത മാത്രമാണ്, പക്ഷെ അവർ അത് അതിജീവനത്തിലുള്ള സമരത്തിലാണ്. അതിന്റെ ഒരു പ്രത്യാഘാതം നമുക്ക് വരാൻ പോകുന്നത് വരും മാസങ്ങളിലാണ്. കാരണം ഇന്ധന വില, ഡീസലിന്റെ വില 84 രൂപയിൽ എത്തി നിൽക്കുന്നു. അതേപോലെ കർഷകരുടെ സമരം, ഇത് രണ്ടും കൂടി വരുമ്പോൾ ധാന്യങ്ങളുടെ ലഭ്യത കുറയും. ഉള്ള ധാന്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിൽ എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പണം ചെലവ് വരും. നമുക്ക് സർക്കാരിന്റെ വകയായി ലഭിക്കുന്ന റേഷൻ വിഹിതം ലഭിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ചെറിയ രീതിയിൽ മുന്നോട്ട് പോകാം. പക്ഷെ അത് ലഭിക്കാത്ത വെള്ള നീല റേഷൻ കാർഡിന്റെ കാര്യം വളരെ ഭയാനകരമാണ് വരാൻ പോകുന്ന മാസങ്ങളിൽ. അത് വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് നിങ്ങളെ അറിയിക്കുന്നത്. ഈ ഒരു അവസ്ഥയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു മാസം കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് അവർക്ക് ഉണ്ടായിരുന്ന മണ്ണെണ്ണ വെട്ടിക്കുറക്കുകയും ചെയ്തു. അപ്പോൾ കഴിഞ്ഞ മാസം ജനുവരി മാസത്തെ അപേക്ഷിച്ച് ഫെബ്രുവരി മാസത്തിൽ ഒന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അടുത്ത മാസം എന്തൊക്കെ വെട്ടിക്കുറച്ചിട്ടാണ് സ്പെഷ്യൽ അരി നൽകുക എന്നുള്ളത് നമുക്ക് പറയാനാവില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു മാസം ഫെബ്രുവരി മാസത്തിൽ ഈ ഒരു അരി വിതരണം ചെയ്യാൻ തയ്യാറാവാൻ മാസങ്ങളിലേക്ക് നീട്ടിവെക്കുന്നത് ശരിയായില്ല എന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ വിമർശനങ്ങൾ ഞാൻ സന്തോഷത്തോടു കൂടി സ്വീകരിക്കും. നമുക്ക് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇഷ്ടമായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്കും അധികാരികളിലേക്കും എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.